കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടു. ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ നെയ്റോബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണ കരാറ് ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന്. ഏതാണ്ട് $2 ബില്യൺ മറ്റോ ഒരു കരാറായിരുന്നു. വളരെ അഭിമാനത്തോടെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ എഴുതി. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു വാർത്ത കൂടി കേട്ടു. ആ കരാറിൽ നിന്ന് അദാനി ഗ്രൂപ്പ് പിന്മാറേണ്ടി വന്നു എന്നൊരു വാർത്തയായിരുന്നു അത്. കാരണം ആ കരാറ് അദാനി ഗ്രൂപ്പിന് കൊടുക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ കെനിയയ്ക്കകത്തുണ്ടാവുകയും അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്തു എന്നതായിരുന്നു അതിന്റെ കാരണം. ആ സംഭവം എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഇപ്പോ ആ കരാറ് ചൈനയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് വരാം. അതായത് കെനിയയിലെ നെയ്റോബിയിലുള്ള ജോമോ കെനിയാട്ട അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനായിട്ട് ആദ്യം അദാനി ഗ്രൂപ്പുമായിട്ടായിരുന്നു കെനിയ സർക്കാർ കരാർ ഒപ്പിടാൻ തീരുമാനിച്ചത്. എന്നാൽ അദാനി ഗ്രൂപ്പിനെതിരെ പൊടുന്നനെ അമേരിക്കൻ നീതിന്യായ വകുപ്പ് വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങളും നിയമപരമായ അന്വേഷണങ്ങളും ആരംഭിക്കുന്നു. ഈ കാരണം പറഞ്ഞുകൊണ്ട് അദാനി ഗ്രൂപ്പ് ഫ്രോഡ് കമ്പനിയാണ്, മോശം കമ്പനിയാണ്, അഴിമതി നടത്തിയ കമ്പനിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെനിയയിൽ വലിയ ജനകീയ പ്രതിഷേധം ഉയരുകയാണ്. തുടർന്ന് 2024 നവംബറിൽ കെനിയൻ സർക്കാർ ഈ കരാറ് ഔദ്യോഗികമായി റദ്ദാക്കി. അദാനി ഗ്രൂപ്പുമായിട്ടുള്ള കരാറ് ഇവർ റദ്ദാക്കിയതിനു ശേഷം പിന്നീട് വീണ്ടും ഒന്നുകൂടി അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ പുതിയ ഒരു ടെൻഡർ വിളിക്കുന്നു. ഇപ്പോൾ ഇത് ചൈനീസ് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ചൈന കമ്മ്യൂണിക്കേഷൻസ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് $2.9 ബില്യൺ ഒരു കരാറായിട്ട് കൊടുക്കുന്നു. എന്ന് വെച്ചാൽ നേരത്തെ അദാനി ഗ്രൂപ്പ് മുന്നോട്ട് വച്ചിരുന്ന തുകയേക്കാൾ 50% ഉയർന്ന തുകയ്ക്ക് ചൈനീസ് കമ്പനിക്കാണ് ഈ കരാർ കൊടുത്തത്. അദാനി ഗ്രൂപ്പ് ഏകദേശം $2 ബില്യൺ എഗ്രി ചെയ്തത്. കെനിയയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ മികച്ചൊരു ഡീലായിരുന്നു. എന്നാൽ അദാനി ഗ്രൂപ്പുമായിട്ടുള്ള കരാറ് റദ്ദാകേണ്ടി വന്നു. അവർക്ക് വലിയ പ്രതിഷേധം ഗവൺമെന്റിന് നേരിടേണ്ടി വന്നതുകൊണ്ടാണ് കേട്ടോ. ഗവൺമെന്റ് വളരെയധികം ആഗ്രഹിച്ചിരുന്നു അദാനി ഗ്രൂപ്പിന് കൊടുക്കാൻ. പക്ഷെ ജനകീയ പ്രതിഷേധവും അമേരിക്കയുടെ സമ്മർദ്ദവും ഒരേ സമയത്തുണ്ടായപ്പോൾ അവർക്കത് അദാനി ഗ്രൂപ്പിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. ക്യാൻസൽ ചെയ്തു ആ ഒരു കരാറ്. തുടർന്ന് ഇപ്പോൾ 50% കൂടിയ തുകയ്ക്ക് ചൈനീസ് കമ്പനിക്ക് സെയിം കരാറ് കൊടുത്തിരിക്കുകയാണ്. ചുരുക്കത്തിൽ അമേരിക്കൻ ഏജൻസികളുടെ അന്വേഷണത്തെ തുടർന്നുണ്ടായ നിയമപരമായ പ്രതിസന്ധിയും സമ്മർദ്ദങ്ങളും ആഗോള സമ്മർദ്ദവും കാരണമാണ് ഈ ഒരു കരാറ് അദാനി ഗ്രൂപ്പിന് കിട്ടാതായതും ഇപ്പോൾ അത് ചൈനീസ് കമ്പനിയുടെ കൈകളിലേക്ക് കിട്ടുന്നതും. അതായത് അവിടേക്ക് ചൈനീസ് കമ്പനി കടന്നു വരുന്നു എന്നത് നമുക്കൊരു ബിസിനസ് നഷ്ടമല്ല, പകരം ആഗോള തലത്തില് ഇന്ത്യയുടെ തന്ത്രപരമായ വളർച്ചയെയും സാമ്പത്തിക സ്വാധീനത്തെയും ഭയക്കുന്ന പാശ്ചാത്യ ശക്തികളുടെ, പ്രത്യേകിച്ച് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ കൃത്യമായ ആസൂത്രണത്തിന്റെ ഫലമാണിത്. അമേരിക്കൻ ഏജൻസികൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അദാനിക്കെതിരായിട്ട് 2024 ഉയർന്നു വന്ന ആരോപണങ്ങൾ തെളിവുകളുടെ അഭാവത്തിൽ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അദാനി ഇപ്പോൾ വീണ്ടും ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള സമ്പന്നന്മാരിൽ ഒരാളായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യയിൽ ഏറ്റവും അധികം ഇന്ന് നെറ്റ്വർത്തുള്ള അല്ലെങ്കിൽ സമ്പാദ്യമുള്ള ധനികൻ ഇന്ന് അദാനിയാണ്. അദാനി ഗ്രൂപ്പിന്റെ വളർച്ചയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ 2022 മുതൽ 23-24 കാലയളവിൽ നടപ്പിലാക്കിയ ഡീപ് സ്റ്റേറ്റിന്റെയും ഇന്ത്യ വിരുദ്ധ ശക്തികളുടെയും ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. അവർക്ക് വേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവർ പറയാണ് അദാനിയുടെ മേൽ ആരോപിച്ച കാര്യങ്ങളിൽ ഒന്നും തന്നെ തെളിവില്ല എന്ന്. അതായത് ഇതിനോടകം തന്നെ അവർക്ക് എന്താണോ വേണ്ടിയിരുന്നത് ആ ലക്ഷ്യങ്ങൾ അവര് കൈവരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ നേടിക്കഴിഞ്ഞു. ഇന്ത്യക്ക് ലഭിക്കേണ്ടിയിരുന്ന തന്ത്രപ്രധാനമായ ഒരു ബിസിനസ് മേഖല തകർത്ത് കളഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അവർ പറയാണ് അദാനി ഓക്കെ ആണ്, ക്ലീൻ ആണെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇന്ത്യക്കകത്ത് പോലും അദാനിക്കെതിരായിട്ട് വലിയ രീതിയിൽ ജനരോഷം ഉണ്ടാക്കാനായിട്ട് നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ഇടയാക്കിയതാണ്. ഇന്ത്യയുടെ ഒരു തന്ത്രപ്രധാന പ്രോജക്റ്റ് നമുക്ക് നഷ്ടമാവുകയും ചെയ്തു. എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആഗോള തലത്തിൽ തന്നെ ഇന്ത്യക്കെതിരായിട്ട് വലിയ ഗൂഢാലോചനകളും ശക്തികളുടെ ഇടപെടലുകളും ഉണ്ട്. അമേരിക്കയും ചൈനയും ഒക്കെ ആ കാര്യത്തിൽ ഒരേ പാതയിലാണ്. കഴിഞ്ഞ ഏതാനും ദശകങ്ങളായിട്ട് ആഗോള തലത്തിൽ ഭാരതത്തിന്റെ സ്വാധീനം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലുമുള്ള വികസ്വര രാജ്യങ്ങളിൽ വലിയ അടിസ്ഥാന സൗകര്യ വികസന പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് സാധിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു ആഗോള സാമ്പത്തിക പ്രതിരോധ ശക്തിയായിട്ട് മാറുന്നത് അമേരിക്ക പൂർണ്ണ മനസ്സോടെ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ എല്ലാം ഒരു പുറകിലെ കളികളുടെ കാരണം. അതാണ് നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ ഒരു പരിധിവരെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന ഒരു പങ്കാളിയായിട്ട് നിലനിർത്താനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇന്ത്യയെ ഒരു സ്വതന്ത്ര മഹാശക്തിയായിട്ട് വളരാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അവര്. ഇപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇന്ത്യ അങ്ങനെ വളർന്നു വരുമ്പോൾ സാമ്പത്തിക ആയുധങ്ങളും ആരോപണങ്ങളും ഒക്കെ അവർ ഉപയോഗിക്കും. അവർ ചിലപ്പോൾ താരിഫ് ചുമത്തും,
ചിലപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തും, ഇതുപോലെ ഇല്ലാ കഥകൾ ഉണ്ടാക്കും. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്താണ്? അവർ പറയുകയാണ്, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെയുള്ള ആളുകളെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ച് വളരെ തുച്ഛമായ വേതനത്തിൽ ഉണ്ടാക്കി അയക്കുകയാണ്. അതുകൊണ്ടാണ് അത് അമേരിക്കയിൽ വില കുറച്ച് വിൽക്കാൻ പറ്റുന്നത് എന്നാണ് ഇപ്പൊ അമേരിക്ക പറയുന്നത്. ഇതെല്ലാം വസ്തുതയാണെന്ന് ആരെങ്കിലും പറയൂ? പക്ഷെ അവരിങ്ങനെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി അവർ പറഞ്ഞു, ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ നിന്ന് കയറ്റുമതി അയക്കുന്ന മീന് കടലിൽ നിന്ന് പിടിക്കുന്നുണ്ടല്ലോ, ആ പിടിക്കുന്നത് അമേരിക്ക നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചല്ല എന്നും ചില വംശനാശം സംഭവിക്കുന്ന കടലാമകൾ ഉൾപ്പെടെയുള്ളവര് ഇന്ത്യയുടെ ഈ മീൻ പിടിക്കുന്ന വലകളിൽ കുടുങ്ങിയിട്ട് അപകടത്തിൽപ്പെടുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ കയറ്റുമതി അടക്കം ഒരു ഘട്ടത്തിൽ നിർത്തിവെച്ച രാജ്യമാണ് അമേരിക്ക. അപ്പൊ ഇന്ത്യയുടെ മേൽ പ്രഷർ ചെലുത്താൻ വേണ്ടിയിട്ട് ഓരോ ഘട്ടങ്ങളിലും ഓരോ തന്ത്രങ്ങൾ അമേരിക്കയും ഡീപ് സ്റ്റേറ്റും പയറ്റും. ഇപ്പൊ ചൈന ഈ കച്ചവടം പിടിച്ചപ്പോൾ അമേരിക്കയ്ക്ക് ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ വഴിയെ പറയാം. അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്, ഒരു രഹസ്യബന്ധം. അതായത് ഒരു അഫയർ ആണത്. പുറമേ അവർ തമ്മിൽ ശത്രുക്കളായിരിക്കും, പക്ഷെ ഒരു അവിഹിത ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. ഈ അവിഹിത ബന്ധം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ, അത് നാലാള് അറിഞ്ഞുകൊണ്ടുള്ള ബന്ധമല്ല, അത് രഹസ്യബന്ധമാണ്. ആ ബന്ധമാണ് അമേരിക്കയും ഈ നമ്മുടെ ചൈനയും തമ്മിലുള്ളത്. അവർ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണെന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു ബന്ധമാണത്. അതായത് പുറമേക്ക് അവർ വലിയ ശത്രുക്കളാണെന്ന് നമുക്ക് തോന്നും. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഇരു കൂട്ടരും തമ്മിലുള്ള പരസ്പര കൂട്ടുകെട്ടും സാമ്പത്തിക ആശ്രയത്വവും വളരെ വലുതാണ്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുത്. അമേരിക്കൻ വിപണിയും ചൈനീസ് ഉൽപാദന മേഖലയും തമ്മിൽ വേർപെടുത്താനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഡോളറിന്റെ ആധിപത്യം നിലനിർത്താനും ആഗോള ബിസിനസ് ക്രമം തങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുപോകാനും ഇവർക്ക് പരസ്പര സഹായം ആവശ്യമാണ്. ഇന്ത്യയെ പോലെയുള്ള ഒരു പുതിയ ശക്തി ഈ രണ്ട് വൻ ശക്തികളുടെയും കുത്തകയെ ചോദ്യം ചെയ്യാൻ വളർന്നു വരുന്നത് ഇവർ രണ്ടുപേരും ഒരുപോലെ ഭയക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ലഭിക്കേണ്ട വലിയ ബിസിനസ്സുകൾ ചൈനയുടെ കൈകളിൽ എത്തുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ എതിർപ്പൊന്നും ഇല്ലാത്തത്. അദാനി ഗ്രൂപ്പിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച അമേരിക്കൻ ഏജൻസികൾക്ക് ആ കരാർ പിന്നീട് ചൈനീസ് പൊതുമേഖലാ കമ്പനിയായിട്ടുള്ള GCCക്ക് ലഭിക്കുമ്പോൾ യാതൊരുവിധ എതിർപ്പും ഉണ്ടായിരുന്നില്ല എന്നത് ഇവരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുകയാണ്. വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കാനും മാധ്യമങ്ങളിലൂടെ അഴിമതി ആരോപണങ്ങൾ അഴിച്ചുവിടാനും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് സംവിധാനങ്ങൾക്ക് വളരെ എളുപ്പം സാധിക്കും. കെനിയയിൽ സംഭവിച്ചതും അതാണ്. ആരോപണങ്ങൾ ഉയർന്നയുടൻ കരാർ റദ്ദാക്കാൻ കെനിയൻ സർക്കാരിന് മേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദമാണ് ഉണ്ടായത്. പ്രസിഡന്റിനു മേൽ പോലും ഉണ്ടായി. പിന്നീട് ആരോപണങ്ങളിൽ തെളിവില്ലെന്ന് കണ്ട് കേസ് അവസാനിപ്പിച്ചപ്പോഴേക്കും ഇന്ത്യയുടെ കൈകളിൽ നിന്ന് ആ ബിസിനസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. അത് ചൈനയുടെ കൈകളിൽ ഭദ്രമായി എത്തി. അമേരിക്കയ്ക്ക് സന്തോഷവുമായി. ഇന്ത്യൻ കമ്പനികളുടെ ആഗോള വളർച്ചയെ നിയമപരമായ കുരുക്കുകളിൽ പെടുത്തുക, അതുവഴി ഇന്ത്യയുടെ ആഫ്രിക്കൻ നയങ്ങൾക്ക് തിരിച്ചടി ഏൽപ്പിക്കുക എന്നത് മാത്രമായിരുന്നു ആ നാടകത്തിന്റെ ലക്ഷ്യം. ആഗോള വേദിയിൽ ഭാരതം നേരിടുന്നത് കേവലം ഒരു വാണിജ്യ മത്സരമല്ല, മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുത്ത ഇത്തരം വലിയ തന്ത്രപരമായ ചതിക്കുഴികളെ കൂടിയാണെന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇന്ത്യക്കാർ തിരിച്ചറിയേണ്ട വസ്തുത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ലോകത്ത് സുഹൃത്തുക്കളെക്കാൾ ഏറെ ഉള്ളത് ശത്രുക്കളാണ്. ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുന്നുണ്ടാവാം. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഒരു രാജ്യം കൂടുതൽ ശക്തവും സമ്പന്നവുമാകുമ്പോൾ സ്വാഭാവികമായി മറ്റുള്ളവർക്ക് നമ്മളോട് അസൂയ തോന്നും. പാകിസ്ഥാൻ ഇന്ത്യയോടുള്ളത് എന്താണ്? അസൂയയാണ്. ഇന്ത്യയുടെ പല അയൽ രാജ്യങ്ങൾക്കും ഉള്ളത് അസൂയയാണ്. ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യ ഇങ്ങനെ വളരുന്നതിൽ അസൂയപ്പെടുന്നുണ്ട്. കാരണം എല്ലാവരും എഴുതി തള്ളിയിരുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എപ്പോഴും ചേരികളെ കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും മാത്രം പറയുന്ന അമേരിക്കയും ഗൾഫും യൂറോപ്പും ഒക്കെ എപ്പോഴും ധനസഹായം തന്ന് ഔദാര്യം തന്ന് നമ്മളെ നിലനിർത്തിയിരുന്നു അവര്. ആ കാലത്ത് നിന്ന് ഇന്ത്യ സ്വയം പര്യാപ്തതയുള്ള ശക്തമായ ഒരു രാജ്യമായി മാറുകയും ലോകത്തെ സുപ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിർണായക തീരുമാനമെടുക്കാൻ കഴിയുന്ന ശക്തിയായി മാറുകയും ചെയ്യുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ചൈനയുടെ വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിലും ചൈനയെ അംഗീകരിക്കാൻ അവർക്ക് മടിയുണ്ടായിരുന്നു. പക്ഷെ അത് കേവലം രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കൂടി കൊണ്ടായിരുന്നു. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ട്. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ അത് മാത്രമല്ല യൂറോപ്യൻസിന്റെയും വെള്ളക്കാരന്റെയും പ്രശ്നം. ഇന്ത്യയുടെ കാര്യത്തിൽ അവരുടെ കുഴപ്പം, അവര് 100-200 വർഷം ഭരിച്ചിരുന്ന ഒരു രാജ്യമാണല്ലോ നമ്മൾ. അപ്പൊ നമ്മൾ അവരെക്കാൾ, യൂറോപ്പിനേക്കാൾ വളരെ ശക്തമായി മാറുന്നതും യൂറോപ്യൻ അപ്രമാദിത്വത്തെ ചലഞ്ച് ചെയ്യുന്ന തരത്തിൽ, അതായത് അമേരിക്കൻ മേധാവിത്വത്തെ പോലും ചലഞ്ച് ചെയ്യുന്ന തരത്തിൽ വളരുന്നതും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ ഒരിക്കലും അവരുടെ മുകളിൽ പോകരുത് എന്ന ഒരു ചിന്ത കൂടിയാണ് അവരെ നയിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ ഏതൊക്കെ വിധേന തകർക്കാൻ പറ്റുമോ, സമ്മർദ്ദത്തിലാക്കാൻ പറ്റുമോ, അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.